Hello children, welcome to Kids Area Online. ഇന്ന് ഇംഗ്ലീഷ് എക്സാം ആയിരുന്നു. ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ എക്സാമും കഴിഞ്ഞു അല്ലേ? ഹാപ്പി അല്ലേ? ഇംഗ്ലീഷ് എക്സാം വളരെ ഈസി ആയിരുന്നു. എല്ലാവരും നല്ലതുപോലെ അറ്റൻഡ് ചെയ്തുവല്ലോ? എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസറുകൾ നൽകിയല്ലോ? ഓക്കെ. അപ്പോൾ ടീച്ചർ ഇന്നത്തെ ക്വസ്റ്റ്യൻ പരിചയപ്പെടുത്താം. നിങ്ങളുടെ പാരൻസിന് ക്വസ്റ്റ്യൻ പേപ്പർ കാണാനായിട്ട് ആഗ്രഹം ഉണ്ടാകും. ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടുത്താം. അതിനു മുൻപ് ടീച്ചർ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. കിഡ്സ് ഏരിയ ഓൺലൈൻ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ടൈം ക്ലാസ് ഇന്നത്തോടുകൂടി കഴിയുകയാണ്. തേർഡ് ടൈം ക്ലാസ് ഡിസംബർ 27 സ്റ്റാർട്ട് ചെയ്യുവാണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. സൂം ലൈവ് സെഷനായിട്ടുണ്ടാവും, റെക്കോർഡ് സെഷനായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ആ രീതിയിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മാത്രം മതിയാകും. വാട്സപ്പ് നമ്പർ ഇവിടെ നൽകിയിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് കഴിയുന്നതാണ്. വാട്സപ്പ് നമ്പർ 9746487799. ഒരിക്കൽ കൂടി പറയാം, 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇന്നത്തെ എക്സാമിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കോൺവെർസേഷൻ ആയിരുന്നു. ദ കാറ്റ് വാസ് ദ വിന്നർ ഓഫ് ദ ജംഗിൾ ഫൈറ്റ്. കാറ്റാണ് ജംഗിൾ ഫൈറ്റിൽ ജയിച്ചിട്ടുള്ളത്. ദ ഡ്രമ്മർ ആൻഡ് ദ കാറ്റ് റീച്ച് ദ പാലസ്. ഡ്രമ്മറും കാറ്റും തിരിച്ച് പാലസിൽ തിരിച്ചെത്തി, കൊട്ടാരത്തിൽ തിരിച്ചെത്തി. ദ കാറ്റ് മെറ്റ് ദ കിങ്. കാറ്റ് ആരെ കണ്ടുമുട്ടി? രാജാവിനെ കണ്ടുമുട്ടി. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ കിങ് ആൻഡ് ദ കാറ്റ്. കിങ്ങും കാറ്റും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. കിങ് ചോദിക്കുകയാണ്, ഹു ആർ യു? അപ്പോൾ കാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഐ ആം ദ വിന്നർ ഓഫ് ദ ജംഗിൾ ഫൈറ്റ്. ഞാനാണ് ജംഗിൾ ഫൈറ്റിലെ വിജയി. അപ്പോൾ കിങ് എന്ന് പറഞ്ഞു, ഓ കൺഗ്രാറ്റുലേഷൻസ്. കാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാകും, താങ്ക് യു പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? കിങ് പറഞ്ഞു, യു വിൽ ബി മൈ പെറ്റ്. നീയാണ് എൻ്റെ ഓമന മൃഗം. കാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഐ ആം സോ ഹാപ്പി. ഞാൻ വളരെ സന്തോഷവാനാണ്. ഇത് നിങ്ങൾക്ക് ഇവിടെ കാറ്റ്, കിങ്, കാറ്റ് ഈ സ്ഥലത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആശയത്തിനനുസരിച്ചും എന്ത് ചെയ്യാം, കൊടുക്കാം. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിസ്ക്രിപ്ഷൻ ആയിരുന്നു. ആക്ടിവിറ്റി 2 ഡിസ്ക്രിപ്ഷൻ ആയിരുന്നു. സാം ആൻഡ് ലിസി വിസിറ്റഡ് ദ ചിൽഡ്രൻസ് പാരഡൈസ്. ഡിസ്ക്രൈബ് ദ പിക്ചർ. ഇവിടെ ഒരു പിക്ചർ നൽകിയിട്ടുണ്ട്. ചിൽഡ്രൻസ് പാരഡൈസിൽ ലിസിയും സാമും സന്ദർശിക്കാൻ പോയി. കണ്ടോ, കുട്ടികളുടെ സ്ഥലമാണത്. അവിടെ പോയപ്പോൾ എന്തൊക്കെയാണ് അവർ കണ്ടത്, കുട്ടികൾ എങ്ങനെയായിരുന്നു, അതൊക്കെ ഈ പിക്ചറിൽ കാണുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിവരിച്ച് എഴുതാം. അവിടെ എന്തൊക്കെ കാണുന്നുണ്ട്, കുട്ടികൾ എന്ത് ചെയ്യുന്നു, ഊഞ്ഞാലാടുന്ന കുട്ടികളുണ്ടോ, ചെടിയുണ്ടോ, മരമുണ്ടോ, അത് എങ്ങനെയുള്ള കെട്ടിടമാണ്, ഇതൊക്കെ എത്ര കുട്ടികളുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിവരിച്ച് എഴുതാം. അതാണ് ഡിസ്ക്രിപ്ഷൻ. ചിത്രത്തിൽ കാണുന്നത് നിങ്ങൾ എന്താണോ അത് എഴുതുക. തേർഡ് ആക്ടിവിറ്റി പസിൽ ആയിരുന്നു. റീഡ് ദ റിഡിൽസ് ആൻഡ് കംപ്ലീറ്റ് ദ ക്രോസ് വേർഡ് പസിൽ. ഇത് വായിച്ചിട്ട് പസിൽ കംപ്ലീറ്റ് ചെയ്യാം. ടീച്ചർ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൗണ്ടിൽ നിന്ന് ഒരു ചോദ്യം ഉണ്ടാകുമെന്നുള്ളത്. ഐ ആം എ പെറ്റ്. ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഐ ആം എ പെറ്റ്, ഐ ക്യാൻ മ്യൂ. അതാരാണ്? ആരാ? ഐ ആം എ പെറ്റ്, ഐ ക്യാൻ മ്യൂ. കാറ്റ്. ഇവിടെ എന്ത് എഴുതണം? 1 across. കാറ്റ്. ഐ ക്യാൻ റൺ ഫാസ്റ്റ്, ഐ ക്യാൻ നെയ്. ഞാൻ വേഗത്തിലോടും, ഞാൻ നെയ് എന്ന് ശബ്ദം ഉണ്ടാക്കും. അതാരാ? ഹോഴ്സ്. 3 across. ഹോഴ്സ്. ഐ ഹാവ് ലോങ് ഇയേഴ്സ്, ഐ ലൈക്ക് ക്യാരറ്റ്സ്. എനിക്ക് നീണ്ട ചെവികളുണ്ട്, എനിക്ക് ക്യാരറ്റ് ഇഷ്ടമാണ്. അതാരാ? 4 across. റാബിറ്റ്. ഡൗൺ പൊസിഷനിലേക്ക്. ഐ ക്യാൻ റോർ, ഐ ഹാവ് സ്ട്രൈപ്സ് ഓൺ മൈ ബോഡി. ഞാൻ റോർ എന്ന് ശബ്ദമുണ്ടാക്കും, എൻ്റെ ബോഡിയിൽ വരകളുണ്ട്. അതാരാ? ടൈഗർ. 2 down. ടൈഗർ. ഐ ക്യാൻ ക്ലൈംബ് ഓൺ ട്രീസ്. ഞാൻ മരത്തിൽ കയറും. ഐ ലൈക്ക് ഹണി. എനിക്ക് തേൻ ഇഷ്ടമാണ്. അതാരാ? ബെയർ. ഓക്കെ. അപ്പോൾ ക്രോസ് വേർഡ് പസിലായിരുന്നു മൂന്നാമത്തെ ആക്ടിവിറ്റി ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നാലാമത്തെ ആക്ടിവിറ്റിയായി ചോദിച്ചിരുന്നത് ആഡ് മോർ ലൈൻസ് ആണ്. ചെറി, മാംഗോ നൽകിയിട്ടുണ്ട്. ഓ ഇറ്റ്സ് എ ചെറി, റെഡ് ചെറി, സ്വീറ്റ് റെഡ് ചെറി, യം ചെറി. അതുപോലെ ഓ ഇറ്റ്സ് എ മാംഗോ, യെല്ലോ മാംഗോ, സ്വീറ്റ് യെല്ലോ മാംഗോ, യം മാംഗോ. ആപ്പിളിൻ്റെ പിക്ചർ നൽകിയിട്ടുണ്ട്, ഗുവയുടെ പിക്ചർ നൽകിയിട്ടുണ്ട്. ആപ്പിൾ, ഗുവ പേരയ്ക്ക. അത് ഇതുപോലെ ലൈൻസ് എഴുതുക. ഓ ഇറ്റ്സ് ആൻ ആപ്പിൾ, റെഡ് ആപ്പിൾ, സ്വീറ്റ് റെഡ് ആപ്പിൾ, യം ആപ്പിൾ.
ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ആപ്പിളിൻ്റെ സ്ഥലത്ത് എന്ത് മാറ്റി കൊടുക്കണം? ഗുവ എന്നാക്കി കൊടുക്കണം. കളർ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം, മാറ്റി കൊടുക്കണം. അതായിരുന്നു 4ാമത്തെ ആക്ടിവിറ്റി. 5ാമത്തെ ആക്ടിവിറ്റി റീഡിംഗ് കോംപ്രിഹെൻഷൻ ആയിരുന്നു. ചിന്നൻ ദ സ്ക്യൂറൽ സോ എ റെഡ് ബോൾ ഇൻ ദ റിവർ. ചിന്നൻ സ്ക്യൂറൽ എന്ത് കണ്ടു? റിവറിൽ റെഡ് ബോൾ കണ്ടു. ഹി വാണ്ടഡ് ടു ടേക്ക് ദ ബോൾ ഫ്രം ദ റിവർ. അവൻ ആ ബോൾ എടുക്കാൻ, റിവറിൽ നിന്നും ബോൾ എടുക്കാൻ ആഗ്രഹിച്ചു. ഹൂ വിൽ ഹെൽപ്പ് മീ ടു ടേക്ക് ദ ബോൾ? ആരെന്നെ സഹായിക്കും ഈ ബോൾ എടുക്കാൻ? ഹി തോട്ട്, അവൻ ചിന്തിച്ചു. Then his friend Minnu, the elephant, came here. Friend Minnu, elephant, അവിടേക്ക് വന്നു. She took the ball from the river and gave it to Chinnan. അവൾ എന്ത് ചെയ്തു? എലിഫന്റ് എന്ത് ചെയ്തു? ബോൾ റിവറിൽ നിന്ന് എടുത്ത് ചിന്നന് കൊടുത്തു. He became happy. ഇതാണ് സ്റ്റോറി. ഇതിൽ നിന്നും ഇവിടെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ നൽകുകയായിരുന്നു. ചിന്നൻ ഈസ് എ, ചിന്നൻ ആരായിരുന്നു? ചിന്നൻ ദ സ്ക്യൂറൽ. ആരായിരുന്നു? സ്ക്യൂറൽ. What did Chinnan see in the river? ചിന്നൻ റിവറിൽ എന്താ കണ്ടേ? ബോളാണോ, ബോക്സ് ആണോ, ഫ്ലവർ ആണോ? ബോൾ. ബോൾ. ദ ബോൾ വാസ് ഡാഷ് ഇൻ കളർ. ബോൾ എന്ത് കളറായിരുന്നു? ഏത് കളറായിരുന്നു? റെഡ് കളർ. ബോളിന് എന്ത് കളറായിരുന്നു? റെഡ് കളർ. സോ എ റെഡ് ബോൾ ഇൻ ദ റിവർ. റെഡ് കളർ. എ ബോൾ വാസ് റെഡ് ഇൻ കളർ. കളർ ദ ബോൾ. അങ്ങനെയാണെങ്കിൽ ഈ ബോളിന് ഏത് കളർ നൽകണം? റെഡ് കളർ നൽകണം. Who helped Chinnan? Take the correct one. ആരാ ഹെൽപ്പ് ചെയ്തേ? Elephant. Chinnan got the ball. ചിന്നന് ബോൾ കിട്ടി. He became happy. He became happy. ഇതായിരുന്നു 2ാം ക്ലാസ്സിലെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. കോൺവെർസേഷൻ, ഡിസ്ക്രിപ്ഷൻ, ആഡ് മോർ ലൈൻസ്, റീഡിംഗ് കോംപ്രിഹെൻഷൻ, പസിൽ. ഇത്രയുമായിരുന്നു ഇന്നത്തെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. Okay, children, bye-bye. Thank you.